നല്ല ട്രാഫിക് ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും വേറൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനങ്ങനെ MT10 വെച്ചങ്ങനെ എടുത്തുകൊണ്ട് ഇപ്പോൾ ഇന്ന് റൈഡൊന്നും പോവില്ല. എൻ്റെ കൂട്ടുകാരനൊരു ബൈക്ക് എടുക്കാൻ പോകും. അപ്പം ചുമ്മാ അവൻ്റെ ബൈക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് ഒരു ബൈക്ക് ഷോറൂമിലോട്ട് പോവുക. അവനെടുക്കാൻ പോകുന്നത് നമ്മുടെ നിഞ്ചയുടെ ഏതായിരുന്നു, മറ്റേ H2SX കവാസാക്കിയുടെ ടൂറർ ബൈക്ക്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവുക. അപ്പം 23 മിനിറ്റ് ഉണ്ട്, 24 കിലോമീറ്റർ ഉണ്ട്. ഹൈവേ കയറി പോകണം. ഇവിടെ കുറച്ച് ദൂരമായിട്ടുള്ള സ്ഥലമാണ്. എന്നാണെങ്കിൽ 38 ഡിഗ്രിയാണ്. ഒടുക്കത്തെ ചൂടാണ്. ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഒരുമാതിരി വല്ലാത്ത ചൂടാണ്. സാധാരണ നമ്മൾ ബൈക്ക് വെക്കാൻ പോകുന്ന ഷോറൂം ബൈക്ക് ബിസ് എന്ന് പറഞ്ഞ നമ്മുടെ എന്താ പറയുക, പാരമറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ളൊരു വലിയ ഷോറൂമുണ്ട്. സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ബൈക്സ്. ഒത്തിരി പേര് ഇവിടെ ഓസ്ട്രേലിയ വരുമ്പോൾ, സിഡ്നിയിൽ വരുമ്പം യൂട്യൂബിൽ കാണിക്കുമല്ലോ, ഓസ്ട്രേലിയയിലെ ബിഗസ്റ്റ് ബൈക്ക് സെക്കൻഡ് ഹാൻഡ് യൂസ് ഡീലേഴ്സും എല്ലാം കവാസാക്കി, ഹോണ്ട, BMW ഇതിൻ്റെ എല്ലാം ഷോറൂമുണ്ട്. എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് എല്ലാം സെയിം ഓണറിൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ അവിടെയാണ് സാധാരണ നമ്മൾ പോകുന്നത്. പക്ഷേ അവിടെ പ്രാവശ്യം പോയി നോക്കി, അപ്പോൾ പുള്ളിക്ക് പറ്റിയ ബൈക്കൊന്നും അവിടെ ഇല്ല. അപ്പോൾ പുള്ളി ഇപ്പോൾ ഒരു ബൈക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ക്യാമ്പിൾ ടൗണിലെ നിഞ്ച H2SX. അപ്പം ആ ബൈക്ക് ഞാൻ ഇതുവരെ H2SX കണ്ടിട്ടുമില്ല, നേരിട്ട് പോലും കണ്ടില്ല, ഫോട്ടോയിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് സ്പോർട്സ് ടൂറാണ്. പിന്നെ നിഞ്ച H2ൻ്റെ എഞ്ചിൻ വരുന്ന ബൈക്ക്, നമ്മുടെ നിഞ്ച H2ൻ്റെ സൂപ്പർ ചാർജ്ഡ് എഞ്ചിനാണ് വരുന്നത്. അപ്പം അത് കാണാൻ വേണ്ടിയാണ് ഞാനീ പോകുന്നത്. ഏകദേശം അങ്ങനെ നമ്മൾ മോട്ടോർവേ കയറി. അപ്പോൾ മോട്ടോർവേ കയറി ഇരിക്കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഏകദേശം 10 മിനിറ്റ് കൂടെ ഉള്ളൂ ഷോറൂമിലോട്ട്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ GoPro ഓണാവുന്നില്ല, അപ്പോൾ സെറ്റാക്കാൻ വേണ്ടി ഒന്ന് സൈഡാക്കിയതാണ്. അവനിപ്പോൾ തന്നെ അവിടെ എത്തിക്കാണും. അവനെന്നോട് പറഞ്ഞേ അങ്ങനെ നമ്മൾ ഷോറൂം എത്താനായി. ഈ 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഞാൻ 10:30 എത്താമെന്ന് പറഞ്ഞു. ഓൾറെഡി 10:45, 11 മണിയായി. അവൻ തിരിച്ചു പോയോ? നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. ഒരുമാതിരി രാവിലെ 11 മണിയായപ്പോൾ തന്നെ നമ്മൾ ജാക്കറ്റെല്ലാം കൊണ്ടിട്ട് കുടുങ്ങി. എൻ്റെ ഗതികേടെന്ന് പറഞ്ഞാൽ തണുപ്പത്ത് പോയി തണുക്കുകയും ചെയ്യും. തണുപ്പത്ത് ഞാൻ ഇങ്ങനത്തെ ഫുൾ കവർ സാധനങ്ങളും ഇടില്ല. ചൂടത്ത് പോയിട്ട് ഫുള്ള് കവർ ചെയ്ത് പോയി ചെയ്യും. അപ്പോൾ ഈ കാണുന്നതാണ് ക്യാമ്പിൾ ടൗൺ. യാ.
ദിസ് വൺ 14. ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ റോയൽ എൻഫീൽഡ് അടിപൊളിയാണ് കേട്ടോ ഓസ്ട്രേലിയയിൽ. അപ്പം നോ ദാറ്റ്സ് 2011 മെറ്റഡ്. ഡു ഹാവ് ലൈസൻസ്? യാ. നമ്മൾ കൂട്ടുകാരന് വേണ്ടി ബൈക്ക് നോക്കാൻ വന്നേ. ഞാൻ വണ്ടി പോയി ഇവിടുന്ന്. ഇത്ര നേരം ഇവിടെ കുത്തിരിപ്പുണ്ടായിരുന്ന ഇല്ല. അതാണ്ട് ഇതാട്ടോ വണ്ടി. ഇതാണ് നമ്മുടെ Z Ninja H2 കിടുക്കാച്ചി വണ്ടി. അവൻ ഫൈനാൻസിന് കോട്ട് എടുക്കാൻ വന്നത്. എപ്പോഴത്തേനും അവർ ലോൺ എടുത്ത് അവൻ്റെ കൈ കൊടുത്തെന്ന് തോന്നുന്നു. ഓ മോനെ, ഇത് പൊളി കേട്ടോ. ഈ വണ്ടി അങ്ങനെ വിൽക്കത്തേ ഇല്ല കേട്ടോ. ഇത് H2 അല്ല, H2ൻ്റെ SX എന്ന് പറഞ്ഞ ടൂറിംഗ് വേർഷനാണ്. ഈ സാധനം ഭയങ്കര ബൾക്കായിട്ടാണ് തോന്നുന്നു ആരും വാങ്ങാതെ. ഓ അടിപൊളി അടിപൊളി. അയാളിങ്ങനെ വേറെ വണ്ടിയൊക്കെ പഠിപ്പിക്കാൻ നോക്കും. കിട്ടില്ല, ഒരു രക്ഷയില്ല. H2 SX കാണാൻ മാരക വൃത്തികേട്, പക്ഷേ മാരക കംഫർട്ട്. ഇത് നമ്മുടെ ചൈന കമ്പനി CF മോട്ടോ എന്ന് പറഞ്ഞ കമ്പനി ആട്ടോ. ഇത് ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ഇവരുടെ. കണ്ടില്ല, കാണാനൊരു ഭംഗിയില്ല, പക്ഷേ കിടക്കാച്ച വണ്ടി. ലുക്ക് അറ്റ് ദ Ducati man. Yeah, all right man, see you. I'm not taking the highway. അങ്ങനെ വണ്ടിയെല്ലാം നോക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം.